പ്രവാസികൾക്ക് ആശ്വാസമാകേണ്ട പ്രവാസി ക്ഷേമ പെൻഷൻ തന്നെ ഇപ്പോൾ കുടുംബങ്ങളുടെ പ്രതിസന്ധിക്ക് കാരണമാകുന്നു. 3 മാസത്തെ പെൻഷൻ കുടിശ്ശികയായതോടെ ആയിരക്കണക്കിന് പ്രവാസി കുടുംബങ്ങളാണ് സാമ്പത്തിക ബുദ്ധിമുട്ടിലായത്. പെൻഷൻ തുക അടിയന്തരമായി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേരള പ്രവാസി സംഘടന രംഗത്തെത്തി. വിവരങ്ങളുമായി ജ്യോതിഷ് ജനാർദ്ദനൻ ചേരുകയാണ്. ജ്യോതിഷ്, എന്തൊരു കഷ്ടമാണ്, എന്തൊരു ദുരവസ്ഥയാണ് ഈ പെൻഷൻ പോലും അനുവദിക്കുന്നത്. അവരുടെ കുടുംബമൊക്കെ വല്ലാത്തൊരു പരിതാപകരമായ അവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത്. അതെ, ഓണക്കാലമാണ്. എന്തുകൊണ്ടാണ് ഇതിലൊരു അനാസ്ഥ തുടരുന്നത്? എങ്ങനെയാണ് കേരള പ്രവാസി സംഘടന ഈ വിഷയത്തിൽ ഇടപെടുന്നത്? ജ്യോതിഷ്. അശ്വതി, വിനോദ, ഇത് വളരെ ഈ സമയത്തല്ലേ, ഓണത്തിൻ്റെ സമയത്ത് കേരള പ്രവാസി സംഘടനകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഇതിന് 3 മാസം മുമ്പ് ഇവരെ സർക്കാരിനെ കണ്ട് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചതാണ്. എന്നിട്ടും നടപടി ഉണ്ടായില്ല. 3 മാസമായിട്ട് ഈ പെൻഷൻ പ്രവാസികളുടെ പെൻഷൻ മുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുള്ളതാണ്. എന്നിട്ടും ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് പ്രവാസി സംഘടന ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കാര്യമായി ഓണാഘോഷം ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം അതിനുള്ള പെൻഷൻ ലഭിക്കാത്തതുകൊണ്ട് ഓണാഘോഷം മുടങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അടിയന്തരമായി ഇതിനു മുമ്പ് ഒരു സൂചനാ പണിമുടക്ക് പ്രവാസി സംഘടനകൾ സംഘടിപ്പിച്ചിരുന്നെങ്കിലും അതൊന്നും സർക്കാർ കാര്യമായി പരിഗണന നൽകിയിട്ടില്ല. ഈ സർക്കാർ വന്നതിന് ശേഷം പ്രവാസി പെൻഷൻ ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ പ്രവാസി സംഘടനകൾ വ്യക്തമാക്കുന്നത്. എന്താണേലും വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ പ്രവാസി സംഘടനകൾ വ്യക്തമാക്കുന്നത്. എന്താണേലും മുഖ്യമന്ത്രി അടിയന്തരമായി ഈ കാര്യത്തിൽ ഇടപെട്ട് തങ്ങളുടെ ആവശ്യം നടപ്പാക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പ്രവാസി സംഘടനകൾ പറയുന്നത്. എന്താണേലും വലിയ ബുദ്ധിമുട്ടുള്ള, കാരണം എല്ലാവർക്കും പണം കൊടുത്തു എന്ന് പറയുന്ന സർക്കാർ ഈ പ്രവാസി സംഘടന എല്ലാവർക്കും ആവശ്യത്തിന് പണം കൊടുത്തിട്ടുണ്ട്. എല്ലാം ഓണം ഇത്തവണ വിപുലമായിട്ട് ആഘോഷിക്കാം എന്നൊക്കെയാണ് മുഖ്യമന്ത്രി ഘോരഘോരം പറഞ്ഞിരുന്നത്. എന്നാൽ ഈ കാര്യത്തിൽ പ്രവാസി സംഘടനകളെ പൂർണ്ണമായും അവഗണിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ കാര്യത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നാണ് നമുക്ക് വ്യക്തമായിരിക്കുന്നത്. എന്താണേലും അതിൽ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധം സർക്കാരിനെതിരെ ഉണ്ടാകും. കാരണം ഈ സർക്കാർ വന്നതിന് ശേഷം പെൻഷൻ ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത്. ഇന്ദിരാഗാന്ധിയൊക്കെ വെള്ളത്തിൽ വരച്ച വരയായി മാറിയിരിക്കുക. എന്തൊക്കെ വാഗ്ദാനങ്ങളായിരുന്നു. പെൻഷൻ കൃത്യസമയത്ത് പെൻഷൻ തുക കൂട്ടിയില്ലെങ്കിൽ ആ ഉള്ള പെൻഷനെങ്കിലും കൃത്യസമയത്ത് കൊടുത്തിരുന്നെങ്കിൽ അവർക്ക് അവരവരുടെ ജീവന ഉപാധികൾ നോക്കാമായിരുന്നു. എന്തായാലും വളരെ കഷ്ടമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു തലസ്ഥാനത്ത് നിന്നും ജ്യോതിഷ് ജനാർദ്ദനൻ.